സർക്കാരുകളുടെ പ്രോഗ്രസ് കാർഡിൽ ഒരു കഥയുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ 2004 AB വാജ്പേയി ജയിച്ച് കയറി വന്നേനെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ. സർക്കാരിൻ്റെ പ്രോഗ്രസ് ഏട്ടിലെ പശുവല്ലേ അത്? ജനങ്ങളുടെ ജീവിതമല്ലേ വിഷയം? ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം? ഈ പ്രോഗ്രസ് കാർഡിൽ നമുക്ക് കൊട്ടത്താപ്പ് കണക്കുകൾ പറയാം. നമ്മൾ ഇത്ര സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, ഇത്ര ജല ടാപ്പുകൾ സ്ഥാപിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തില്ല. ജനം നോക്കുന്നത് എന്താണ്? അവരുടെ ജീവിതത്തിലും സംഭവിച്ചു. ഞാൻ വലിയ ഓഫീസിൽ പോയപ്പോൾ എനിക്ക് കാര്യം നടന്നു കിട്ടിയോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് എങ്ങനെ പെരുമാറി? ഞാൻ എൻ്റെ വസ്തു രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഞാൻ എത്ര തുക കൊടുത്തു? എൻ്റെ കയ്യിൽ നിന്ന് എത്ര നികുതി മേടിച്ചു? ഞാൻ എത്ര വൈദ്യുതി ചാർജ് നൽകുന്നു? ഇതാണ് ജനങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു 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 ഇതിൽ ഉരച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സർക്കാരുകളെ വിലയിരുത്തുന്നത്. അല്ലാതെ നമ്മൾ വലിയ മുദ്രാവാക്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സർക്കാരുകളെയോ പ്രസ്ഥാനങ്ങളെയോ വിലയിരുത്തിയിരുന്ന ഒരു കാലം പോയി. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നല്ലത് തന്നെ. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇത് വന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു ഒരു മാറ്റം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്ത് നിന്ന് ടോക്കിംഗ് പോയിൻ്റ്, അതായത് പ്രസംഗിക്കാനുള്ള കൂടുതൽ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളൊന്നും കാണാത്തവരല്ലല്ലോ ഇടതുപക്ഷ പ്രചാരകരോ പ്രഭാഷകരോ അതിൻ്റെ ആളുകളോ. സ്വാഭാവികമായിട്ടും അവർക്ക് അതെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ജനങ്ങളുടെ മുന്നിലേക്ക് ജനങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ കേരളത്തിലൊരു ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടക്കുന്നു. ഈ പ്രോജക്റ്റ് തീരണം, അതിലെ വണ്ടി ഓടണം. അപ്പോഴാണ് ജനങ്ങൾ പറയുക നടന്നു. ശരി, ജനങ്ങൾ കാണാതെ പോകുന്ന എത്രയോ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാഷണൽ വാട്ടർവേ, ദേശീയ ജലപാത പദ്ധതി എത്രയോ കാലമായി തുടങ്ങി. പക്ഷേ അത് ആലപ്പുഴയ്ക്ക് തൃക്കുന്നപ്പുഴയ്ക്ക് ഇപ്പുറത്തേക്ക് വരുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നില്ല. അത് ടൂറിസത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്നില്ല. ചരക്ക് ഗതാഗതത്തിൽ മാറ്റം കൊണ്ടുവരുന്നില്ല. അത് കൊണ്ടുവരുന്ന കാലം വരെ ഇതൊരു പദ്ധതി മാത്രമാണ്. നേരെ മറിച്ച് ജനങ്ങൾ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ തൊട്ടുകൊണ്ട് തുടങ്ങി ഗ്യാസ് പൈപ്പ് ലൈൻ, സിറ്റി ഗ്യാസ് പദ്ധതി. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ അടുക്കളയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴല്ലേ അത് മാറുക. നരേന്ദ്രമോദി അതല്ലേ ചെയ്തത്? നരേന്ദ്രമോദി ഗ്യാസ് കുറ്റിക്ക് വില കുറച്ചപ്പോഴല്ലേ ജനങ്ങളുടെ വീടുകളിലേക്കല്ലേ ചെന്നത്? പിന്നീട് കൂട്ടി കുറച്ചു, അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ തരത്തിൽ ജൻധൻ പദ്ധതി എല്ലാവരെയും കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുറപ്പിക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു എംപവറിങ്, അതുകൊണ്ട് മാത്രമായിട്ടൊരു എംപവറിങ് ആക്ഷൻ അല്ലെങ്കിൽ ശാക്തീകരണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അതിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ ഇതുവരെ വീണിട്ടില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലിൻ്റെ ഒരു സൗമ്യതയും, ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്യാനിരിക്കുന്നത് ഇത്ര എന്ന സത്യസന്ധമായ പറച്ചിലുകളുമായിരിക്കും കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക്